സഞ്ജീവനി. ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ജീവൻ നിലനിർത്തുന്നതുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു പേരാണ്. ജീവൻ നിലനിർത്താൻ നമ്മളുടെ രക്തദാനം ഇന്ന് വളരെ മഹാദാനം എന്ന രീതിയിൽ വളരെയധികം പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഇൻവാസീവ് സർജറികളിൽ ബ്ലഡ് റിക്വസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നതിൻ്റെ അളവ് വളരെ കുറയ്ക്കാൻ നമ്മുടെ ബ്ലഡ് ബാങ്കുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളിൽ കൂടെയൊക്കെ ഇതിൻ്റെ ബോധവൽക്കരണവും മറ്റും നടന്നുകൊണ്ട് ബ്ലഡ് നന്നായി ശേഖരിക്കപ്പെടുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയും ട്രാൻസ്ഫ്യൂഷൻ നടത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനായി ഗ്രേപ്സ് ഐഡിഎംആർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ പേരാണ് സഞ്ജീവനി. ഗ്രേപ്സ് ഐഡിഎംആറിൻ്റെ ഡിജിറ്റൽ വേൾഡിലേക്ക് സ്വാഗതം. ഗ്രേപ്സ് സ്വാഭാവികമായും എല്ലാ മേഖലകളിലും നൂതന സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബ്ലഡ് ബാങ്ക് സൊല്യൂഷൻ നമുക്കുണ്ട്. കേരളത്തിൽ വർഷങ്ങൾ ഏറ്റവും നല്ല ബ്ലഡ് ബാങ്കിന് അവാർഡ് വിൻ ചെയ്ത ബ്ലഡ് ബാങ്ക് നമ്മുടെ ഗ്രേപ്സിൻ്റെ ബ്ലഡ് ബാങ്ക് സൊല്യൂഷനാണ് ആ കാലങ്ങളിലെല്ലാം ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇന്നും ഗ്രേപ്സ് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റൽസിലും ഇൻഡിപെൻഡൻറ്റ് ബ്ലഡ് ബാങ്കുകളിലും ഗ്രേപ്സിൻ്റെ ബ്ലഡ് ബാങ്ക് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു കംപ്ലീറ്റ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ പാർട്ടായിരിക്കുന്നു എന്നതാണ് നമ്മുടെ വലിയൊരു അഡ്വാൻറ്റേജ്. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ പാർട്ടായിട്ട് ബ്ലഡ് ബാങ്കിൻ്റെ ട്രാൻസ്ഫ്യൂഷൻ ഡേറ്റാസും ഡോണർ ഡീറ്റെയിൽസും നമുക്കൊരു ഡൊണേഷൻ്റെ ആവശ്യം വരുമ്പോൾ അടുത്ത ഒരു ഫീസിബിൾ ഡോണേഴ്സിനെ കണ്ടെത്തുന്നതിനുള്ള എഞ്ചിനുമൊക്കെ അവിടെയുണ്ട്. സോ ഇതിന് കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ഫേസ് കൊടുത്തുകൊണ്ടാണ് സഞ്ജീവിനി എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻ എത്തിയിട്ടുള്ളത്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ്. നമ്മുടെ ബ്ലഡ് ബാങ്ക് ഉപയോഗിക്കുന്ന എല്ലാ ഹോസ്പിറ്റൽസിനും ഇത് ഡൗൺലോഡ് ചെയ്യാം പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന്. അവിടെ ഒരു ഡോണർ രജിസ്ട്രേഷൻ മുതൽ സ്ക്രീനിങ്, ബ്ലഡ് കളക്ഷൻസ്, സെപ്പറേഷൻസ്, സ്റ്റോറേജ്, ട്രാൻസ്ഫ്യൂഷൻ, റിക്വസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിൽ തന്നെ ഹാൻഡിൽ ചെയ്യത്തക്ക വിധത്തിൽ അത്രയും ഹാൻഡി ആയിട്ട്, കോമ്പാക്റ്റ് ആയിട്ട്, യൂസർ ഫ്രണ്ട്ലി ആയിട്ട് റീഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഗ്രേപ്സ് ഐഡിഎംആർ ബ്ലഡ് ബാങ്ക് വർക്കിംഗ് ആണ്. ഇറ്റ് വിൽ വർക്ക് ടുഗദർ. നമുക്ക് രണ്ടിടത്തെയും ഡേറ്റ സിങ്ക്രണൈസ്ഡ് ആണ്. ഇതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറി നിൽക്കില്ല. മൊബൈൽ ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ ബ്ലഡ് ബാങ്കിൻ്റെ ഒരു ഇൻചാർജിനൊക്കെ ഏത് പുറത്തായിരിക്കുമ്പോഴും എല്ലാം തന്നെ സ്റ്റോക്കിനെ കുറിച്ചുള്ള അവയർനെസ്സും റിക്വസ്റ്റുകളെക്കുറിച്ചുള്ള അവയർനെസ്സും അവിടെ നടക്കുന്ന ട്രാൻസാക്ഷനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു അറിവും അതിൽ ഇൻവോൾവ്മെൻറ്റും ഉണ്ടാകാനായിട്ട് നമ്മുടെ ഈ സഞ്ജീവിനി മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മുടെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ പാർട്ടായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അവൈലബിൾ ആവും. നമ്മുടെ ഹോസ്പിറ്റൽ ഡിജിറ്റലൈസേഷൻ NABHനൊക്കെ പോകുമ്പോൾ നമ്മുടെ ഒരു ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് പേഷ്യൻസിന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബ്ലഡ് ബാങ്കിന് ഒരു കമ്മിറ്റിയൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ അതും IHRMലെ നമ്മുടെ ബ്ലഡ് ഡൊണേഷൻ കമ്മിറ്റിയായിട്ട് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സഞ്ജീവിനി. സോ നമ്മുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷനായിട്ട് സഞ്ജീവിനി ഫ്യൂച്ചറിൽ മാറും. ഇപ്പോൾ അതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽസിൽ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം.